ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൻ്റെ ഫ്രൂട്ട് ഐറ്റംസ് ചെയ്തതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിൾ, വാട്ടർമെലൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വാട്ടർമെലൺ വീഡിയോയുടെ താഴെയായിട്ട് നമുക്ക് ഒരുപാട് കമൻസ് വരുന്നു. ഗ്രീൻ ആപ്പിൾ ചെയ്യുമോ എന്നുള്ളതാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. എഗ്ഷെല്ലിൽ ഗ്രീൻ ആപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന കമൻറ്റ് കിവിയാണ്. അപ്പോൾ കിവി നമുക്കിപ്പോൾ ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുമോ ചോദിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പേജ് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. കിവിയുടെ ഷേപ്പ് ഇതാ ഓൾമോസ്റ്റ് ഈ ഒരു എഗ്ഗിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ എഗ്ഷെല്ലിൻ്റെ തട്ടിപ്പൊട്ടിച്ച ഭാഗം പേപ്പർ വെച്ച് ഇതുപോലെ നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ഓംലേറ്റും ബുൾസേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് മുട്ട പൊട്ടിക്കാറ്. കാരണം നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ ഒരുപാടുണ്ട്. അടുത്ത ഇതുപോലെ ഒരു വെറ്റ് വൈപ്സിൻ്റെ ഡ്രൈ ആയിട്ടുള്ളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ഇതുപോലെ വലിച്ച് അതൊരു കോട്ടൻ്റെ പരുവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി വെറ്റ് വൈപ്സ് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് പഞ്ഞി തന്നെ യൂസ് ചെയ്യാം. കാരണം ഈ കിവിയുടെ സ്കിന്നിൻ്റെ പുറം ഭാഗം ഒരു സ്പോഞ്ച് ഇങ്ങനെ പിന്നി ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ ഞാനൊരു വെറ്റ് വൈപ്സിനെ ഇങ്ങനെ വലിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ഷീറ്റിനെ നമ്മൾ ചെറിയ പീസസ് ആക്കി കീറി എടുത്തതിന് ശേഷം എഗ്ഷെല്ലിൻ്റെ പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പശ തേച്ച് ആ വെറ്റ് വൈപ്സിൻ്റെ ചെറിയ പീസസിനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കോട്ടനാണ് എടുക്കുന്നതെങ്കിലും കുറേശ്ശായിട്ട് ഇതുപോലെ നല്ലതായിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കോട്ടൺ ആകുമ്പോഴത്തേക്കും വീണ്ടും പിന്നി ഇളകി വരും. അപ്പോൾ അതിൻ്റെ പുറത്ത് വീണ്ടും കുറച്ചുകൂടെ പശ തേച്ച് ഒരു ബോൾ പോലെ ആക്കി എടുക്കണം കേട്ടോ. അതായത് നമ്മൾ ആ പൊട്ടിച്ച ഭാഗമൊന്നും കാണാതെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ബോൾ പോലെ ആക്കി എടുക്കണം. ഇനി ഇതാ കുറച്ച് മെറൂൺ അക്രിലിക് പെയിൻറ്റ് വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്ത് കുറച്ച് ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ കവർ ചെയ്തെടുത്ത എഗ്ഷെല്ലിൻ്റെ പുറത്തേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ഒരു കിവിയുടെ സ്ട്രക്ചർ കിട്ടിയില്ലേ. ഇനി കിവിയുടെ ഹാഫ് പോർഷൻ ചെയ്യാനായിട്ട് ഇതാ പകുതിയാക്കിയിട്ടുള്ള ഒരു എഗ്ഷെൽ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള കാർഡ്ബോർഡും നല്ലൊരു ഫെവിക്വിക്കും ഉപയോഗിച്ച് ഇതുപോലെ വാവട്ടം നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ആ ഒരു ഷീറ്റ് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കോട്ടൺ ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പഞ്ഞി ഒരു തരി പോലും അതിൽ നിന്ന് ഇളകി വരാതെ കംപ്ലീറ്റ് ആയിട്ട് പശ തേച്ച് നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും അല്ലെങ്കിൽ ശാസ്ത്രമേളയ്ക്കൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെയോ എഗ്ഷെല്ലിൻ്റെയോ ക്രാഫ്റ്റ് പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ആ ഒരു ഹാഫ് പീസിനെ നന്നായിട്ട് കളർ ചെയ്തെടുത്തു. ഇനി ആ വൈറ്റ് പേപ്പറിൻ്റെ പോർഷനിൽ ഇതുപോലെ ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിവി ഫ്രൂട്ടിൻ്റെ സ്ട്രക്ചറിന് മറ്റുള്ള ഫ്രൂട്ടിനേക്കാൾ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉൾഭാഗം ഗ്രീൻ കളറാണ്. പിന്നെ സെൻറ്ററിൽ ഇതുപോലെ വൈറ്റ് ഉണ്ട്. വൈറ്റ് കളർ യൂസ് ചെയ്ത് ഇതുപോലെ സൈഡിലൊക്കെ വരയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ സീഡാണ് കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് കറക്റ്റ് കിവിയുടെ മോഡലിലേക്ക് ഇതുപോലെ ഡോട്ട് ഇട്ട് അതിൻ്റെ സീഡിൻ്റെ സ്ട്രക്ചർ കൊടുക്കുമ്പോഴേക്കാണ് കേട്ടോ കിവി എന്ന് അത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എഗ്ഷെല്ലിൽ വെച്ചിട്ടുള്ള കിവി ഫ്രൂട്ടിൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ. ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് പല്ല് പിടിക്കുന്നുണ്ട് ഗൈസ്. കാരണം അതിൻ്റെ ആ ഒരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.